അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൽസബീൽ അറബിക് ക്ലബ് മെമ്പേഴ്സിനുള്ള 5ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിലായിട്ട് നമ്മൾ ഇഅ്റാബിനെ കുറിച്ച് പരിചയപ്പെട്ടിരുന്നു. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇഅ്റാബ് എന്ന് പറയുന്നത്. ഒരു പദത്തിൻ്റെ ഇഅ്റാബ് എന്താണ് എന്ന് നോക്കിക്കൊണ്ടാണ് ഒരു ജുംലയിൽ വന്നിട്ടുള്ള, ഒരു വാക്യത്തിൽ വന്നിട്ടുള്ള ആ പദത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ടി എഴുതി തന്നിട്ടുള്ളതാണ്. അതായത് 4 ഇഅ്റാബുകളാണ് അറബി ഭാഷയിലുള്ളത് അല്ലേ? 1 റഫ്അ്, 2 നസ്ബ്, 3 ജർറ്, 4 ജസ്മ് എന്നിവയാണവ. ഈ ഓരോ ഇഅ്റാബിൻ്റെയും മേൽ അറിയിക്കുന്ന ഹർക്കത്തുകൾ ഏതാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. റഫ്ഇനെ അറിയിക്കുന്നത് ലൊമ്മ ആണ്, നസ്ബിനെ അറിയിക്കുന്നത് ഫത്ഹ് ആണ്, ജർറിനെ അറിയിക്കുന്നത് കസ്ർ ആണ്, ജസ്മിനെ അറിയിക്കുന്നത് സുക്കൂനാണ് അല്ലേ? അപ്പോൾ ഈ 4 ഹർക്കത്തുകളാണ് ഓരോ ഇഅ്റാബിൻ്റെയും പ്രധാനപ്പെട്ട അടയാളം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ പാഠത്തിലായിട്ട് നമ്മൾ ഫാഇലിനെ കുറിച്ചാണ്, കർത്താവിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതായത് ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം ചെയ്ത ആൾ അല്ലെങ്കിൽ വസ്തു, അതിനെക്കുറിച്ചാണ് നമ്മൾ ഫാഇല് എന്ന് പറയുന്നത്. ഒരു ഫിഅലിന് ശേഷം വരുന്ന മർഫൂ ആയിട്ടുള്ള ഇസ്മായിരിക്കും ഫാഇല്. ഫാഇലിൻ്റെ ഇഅ്റാബ് റഫ്അ് ആയിരിക്കും എന്നതൊക്കെ കഴിഞ്ഞ പാഠത്തിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് അൽ മഫ്ഊലു ബിഹി, മഫ്ഊലു ബിഹി ആയിട്ടുള്ള പദങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ജുംല ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നല്ലോ. നസറ ഹബീബുൻ സലീമൻ, ഹബീബ് സലീമിനെ സഹായിച്ചു എന്നതായിരുന്നു അതിൻ്റെ അർത്ഥം. അവിടെയുള്ള ഹബീബുൻ എന്നുള്ള പദമാണ് ഫാഇല് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. കാരണം നസറ എന്നുള്ള പ്രവർത്തനം, സഹായം ചെയ്യൽ എന്നുള്ള പ്രവർത്തനം ചെയ്തത് ഹബീബ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആ സഹായം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? അതായത് ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം നടന്നിരിക്കുന്നത് ആരുടെ മേലിലാണ്? ആ പദത്തെക്കുറിച്ചാണ് നമ്മൾ മഫ്ഊലു ബിഹി എന്ന് പറയുന്നത്. ഓക്കെ, മലയാളത്തിൽ അതിനെക്കുറിച്ച് കർമ്മം എന്നാണ് പറയാറുള്ളത്. നമ്മുടെ ഉദാഹരണത്തിൽ നസറ ഹബീബുൻ സലീമൻ എന്നുള്ളിടത്ത് ഹബീബ് സഹായിച്ചത് ആരെയാണ്? അത് സലീമിനെയാണ് അല്ലേ? അപ്പോൾ അവിടെയുള്ള സലീമൻ എന്നുള്ള പദമാണ് മഫ്ഊലു ബിഹി ആയിട്ടുള്ളത്. മലയാളത്തിൽ നമ്മൾ കർമ്മം എന്ന് പറയുന്നതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഏതായാലും സലീമൻ എന്ന് കേട്ടപ്പോൾ തന്നെ മഫ്ഊലു ബിഹിയുടെ ഇഅ്റാബ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നസ്ബ് ആയിട്ട് വരുന്ന പദമായിരിക്കും മഫ്ഊലു ബിഹി. ഓക്കെ, സലീമൻ എന്നുള്ളിടത്ത് ഫത്ഹ് എന്നുള്ള ഇഅ്റാബാണ് അവസാനത്തെ അക്ഷരത്തിന് കാണുന്നത്. ഫത്ഹ് എന്നുള്ളത് നസ്ബിൻ്റെ അടയാളമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം ആരുടെ മേലിലാണോ അല്ലെങ്കിൽ എന്തിൻ്റെ മേലിലാണോ നടന്നിരിക്കുന്നത്, ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ ആളെക്കുറിച്ചാണ് നമ്മൾ മഫ്ഊലു ബിഹി എന്ന് പറയുന്നത്. മഫ്ഊലു ബിഹിയുടെ ഇഅ്റാബ് നസ്ബ് ആയിരിക്കും എന്നും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ആദ്യം പാഠത്തിലേക്ക് കടക്കാം. ആദ്യം വരുന്നത് ഉദാഹരണങ്ങളാണ്, ഒന്ന് ശ്രദ്ധിക്കാം. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. 6 ഉദാഹരണങ്ങൾ അവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അവയൊന്ന് വായിക്കാം. ഒന്നാമത്തേത് ഷദ്ദത്തിൽ മീദു അൽ ഹബില, 2 ത്വവത്തിൽ ബിന്തു സൗബ, 3 അകല ദിഅ്ബുൽ ഖറൂഫ, 4 യർബഹു സാബിഖു ജായിസതൻ, 5 യസീദു സഅലബു ദജാജതൻ, 6 യബീഉൽ ഖസ്സാബുൽ ലഹ്മ. ഓക്കെ, നമുക്കത് ഓരോന്നും അർത്ഥം വെക്കാം. ആദ്യത്തേത് ഷദ്ദത്തിൽമീദുൽ ഹബില. ഷദ്ദ എന്ന് പറഞ്ഞാൽ കെട്ടി എന്നാണ് അർത്ഥം. തിൽമീദു, തിൽമീദു എന്നാൽ വിദ്യാർത്ഥി. ഷദ്ദത്തിൽമീദു, വിദ്യാർത്ഥി കെട്ടി, അൽ ഹബില കയറിനെ. ഓക്കെ, ഷദ്ദത്തിൽമീദുൽ ഹബില, വിദ്യാർത്ഥി കയറ് കെട്ടി. ഇനി രണ്ടാമത്തേത് ത്വവത്തിൽ ബിന്തു സൗബ. ത്വവ എന്ന് പറഞ്ഞാൽ മടക്കി വെച്ചു എന്നാണ് അർത്ഥം. അൽ ബിന്തു എന്നാൽ പെൺകുട്ടി. അവിടെ ത്വവ എന്നുള്ളതിന് ശേഷം ഒരു താ കൂടെ നമുക്ക് കാണാം. അങ്ങനെ ഫിഅലിന് ശേഷം താ വരാനുള്ള കാരണം എന്താണ്? അൽ ബിന്തു എന്നുള്ള പദം അത് മുഅന്നസ് ആയതിനാലാണ്, സ്ത്രീലിംഗ പദമായതിനാലാണ്. പെൺകുട്ടി എന്നതാണല്ലോ അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ത്വവത്തിൽ ബിന്തു, പെൺകുട്ടി മടക്കി വെച്ചു, അസൗബ വസ്ത്രത്തെ. അപ്പോൾ ത്വവത്തിൽ ബിന്തു സൗബ, പെൺകുട്ടി വസ്ത്രം മടക്കി വെച്ചു. ഇനി മൂന്നാമത്തേത് അകല ദിഅ്ബുൽ ഖറൂഫ. അകല എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു എന്നാണ് അർത്ഥം. അദ്ദിഅ്ബു എന്നാൽ ചെന്നായ. അൽ ഖറൂഫ, ഖറൂഫുൻ എന്ന് പറഞ്ഞാൽ ആൺ നെയ്യാട് ആണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അകല ദിഅ്ബു, ചെന്നായ ഭക്ഷിച്ചു, അൽ ഖറൂഫ നെയ്യാടിനെ.
ഓക്കെ, ഇനി അടുത്തത് നാലാമത്തേത് യറുബഹു സാബിഖു ജായിസത്തൻ. യറുബഹു എന്ന് പറഞ്ഞാൽ ലാഭം നേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ അതിന് നേടിയെടുക്കുന്നു എന്നുള്ള ആശയം വെച്ചാൽ മതി. അസാബിഖു, സാബിഖുൻ എന്ന് പറഞ്ഞാൽ മുൻകടന്നവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒന്നാമൻ. യർബഹു സാബിഖു, ഒന്നാമൻ നേടിയെടുക്കുന്നു. ജായിസത്തൻ, സമ്മാനം. ജായിസത്തുൻ എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി അഞ്ചാമത്തേത് യസീദു സഅലബു ദജാജത്തൻ. യസീദു എന്ന് പറഞ്ഞാൽ വേട്ടയാടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അസ്സഅലബു എന്ന് പറഞ്ഞാൽ കുറുനരി. യസീദു സഅലബു, കുറുനരി വേട്ടയാടുന്നു. ദജാജത്തൻ, ദജാജത്തുൻ എന്ന് പറഞ്ഞാൽ കോഴി എന്നാണ് അതിൻ്റെ അർത്ഥം, പിടക്കോഴി. ഓക്കെ, അപ്പോൾ യസീദു സഅലബു ദജാജത്തൻ, കുറുനരി കോഴിയെ വേട്ടയാടുന്നു. ഇനി ആറാമത്തേത് യബീഉൽ ഖസ്സാബുൽ ലഹ്മ. യബീഉ എന്ന് പറഞ്ഞാൽ വിൽപ്പന നടത്തുന്നു, വിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഖസ്സാബു, ഖസ്സാബുൻ എന്ന് പറഞ്ഞാൽ അറവുകാരൻ, കശാപ്പുകാരൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യബീഉൽ ഖസ്സാബു, അറവുകാരൻ വിൽക്കുന്നു. അൽ ലഹ്മ, ഇറച്ചിയെ. ലഹ്മുൻ എന്നാൽ ഇറച്ചി എന്നാണ് അതിൻ്റെ അർത്ഥം. യബീഉൽ ഖസ്സാബുൽ ലഹ്മ എന്ന് പറഞ്ഞാൽ അറവുകാരൻ ഇറച്ചി വിൽപ്പന നടത്തുന്നു. ഓക്കെ, ഏതായാലും നമ്മളിവിടെ 6 ഉദാഹരണങ്ങളും വായിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതിനോടകം പഠിച്ചതനുസരിച്ച് ഈ 6 ഉദാഹരണങ്ങളും ഓരോ ജുംലകളാണ്, അല്ലേ? ഓരോ ജുംല മുഫീദകളാണ്. കാരണം പൂർണ്ണാർത്ഥമുള്ള വാക്യങ്ങളാണ് അവയെല്ലാം, അല്ലേ? ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഓരോ ജുംലയും തുടങ്ങുന്നത് ഫിഅ്ലു കൊണ്ടാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും, അല്ലേ? ആദ്യത്തെ 3 ഉദാഹരണം ഷദ്ദ, തൊവ, അതുപോലെ അക്കല എന്തൊക്കെയായിരുന്നു അതിൻ്റെ അർത്ഥം? കെട്ടി, മടക്കി വെച്ചു, ഭക്ഷിച്ചു എന്നൊക്കെയാണ് അവയുടെ അർത്ഥം. അതായത് അവയെല്ലാം മാളിയായിട്ടുള്ള ഫിഅ്ലുകളാണ്, അല്ലേ? ഭൂതകാലത്ത് നടന്നിരിക്കുന്ന പ്രവർത്തനം എന്നുള്ളതാണ് അവയുടെ എല്ലാം അർത്ഥമായിട്ട് വരുന്നത്. ഇനി 4, 5, 6 എന്നുള്ള ജുംലകൾ തുടങ്ങുന്നതോ യർബഹു, യസീദു, യബീഉ എന്നുള്ള മുളാരി ആയിട്ടുള്ള ഫിഅ്ലുകളെ കൊണ്ടാണ് അവയെല്ലാം തുടങ്ങുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ യർബഹു എന്ന് പറഞ്ഞാൽ ലാഭം നേടുന്നു എന്നും ലാഭം നേടും എന്നും അർത്ഥമുണ്ട്. യസീദു എന്ന് പറഞ്ഞാലും വേട്ടയാടുന്നു, വേട്ടയാടും. യബീഉ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നു, വിൽക്കും. ഇത്തരത്തിലുള്ള വർത്തമാനകാലം അതുപോലെ ഭാവി കാലം ഇവ രണ്ടും അർത്ഥം നൽകുന്ന മുളാരി ആയിട്ടുള്ള ഫിഅ്ലുകളാണ് ഇവിടെയുള്ളത്. നമ്മൾ അതിന് വർത്തമാനകാലത്തിൻ്റെ അർത്ഥം വെച്ചു എന്ന് മാത്രം. ഓക്കെ, ഏതായാലും ഈ 6 ജുംലകളും തുടങ്ങുന്നത് ഫിഅ്ലുകൾ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ആ ഫിഅ്ലിന് തൊട്ടു ശേഷം വന്നിട്ടുള്ള പദങ്ങളാണ് ഫാഇൽ ആയിട്ടുള്ളത് എന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും, അല്ലേ? ഷദ്ദ എന്നുള്ളതിൻ്റെ ഫാഇലായിട്ടാണ് അത്തിൽമീദു എന്നുള്ള പദം വന്നിരിക്കുന്നത്. അതിന് റഫ്അ് ആണ് ഇഅ്റാബുള്ളത്. കാരണം എന്താണ്? അതിന് അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് ആണുള്ളത്, അല്ലേ? പിന്നെ രണ്ടാമത്തെ ജുംലയിൽ അൽ ബിൻതു എന്നുള്ള പദവും, മൂന്നാമത്തെ ജുംലയിൽ അദ്ദിഇബു എന്നുള്ള പദവും, നാലാമത്തേടത്തെ അസ്സാബിഖു, അഞ്ചാമത്തേടത്തെ അസ്സഅലബു, ആറാമത്തേടത്തെ അൽ ഖസ്സാബു എന്നുള്ള പദങ്ങളെല്ലാം ഫാഇലായിട്ട് വന്നിട്ടുള്ള പദങ്ങളാണ്. അവക്കെല്ലാം റഫ്അ് ആണ് ഇഅ്റാബുള്ളത്. കാരണം അവയുടെയെല്ലാം അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് ആണ് ഹർക്കത്തുള്ളത്. ഓക്കെ, ഇനി അതും കഴിഞ്ഞിട്ടുള്ള വാക്കുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മൾ മഫ്ഊലു ബിഹി എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഷദ്ദ തിൽമീദു, തിൽമീദ് അതായത് വിദ്യാർത്ഥി കെട്ടി. അത് എന്തിനെയാണ് കെട്ടിയത്? അത് കയറിനെയാണ്. ആ കയറ് എന്നുള്ള വാക്കിനെ കുറിച്ചാണ്, അൽ ഹബ്ല എന്നുള്ള വാക്കിനെ കുറിച്ചാണ് നമ്മളിവിടെ മഫ്ഊലു ബിഹി എന്ന് പറയുന്നത്. കാരണം കെട്ടൽ എന്നുള്ള പ്രവർത്തനം നടന്നിരിക്കുന്നത് അതിൻ്റെ മേലാണ് എന്നർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ തൊവത്തിൽ ബിൻതു സൗബ എന്നുള്ളയിടത്തും മടക്കി വെക്കൽ എന്നുള്ള പ്രവർത്തനം നടന്നിരിക്കുന്നത് അത് ആ സൗബ് എന്നുള്ള കാര്യത്തിൻ്റെ മേലിലാണ്. വസ്ത്രത്തെയാണ് പെൺകുട്ടി മടക്കി വെച്ചത് എന്നർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ ജുംലയിൽ അൽ ഖറൂഫ, നാലാമത്തെ ജുംലയിലെ ജായിസത്തൻ, അഞ്ചാമത്തെ ജുംലയിലെ ദജാജത്തൻ, ആറാമത്തെ ജുംലയിലെ അൽ ലഹ്മ. ഈ പദങ്ങളൊക്കെയാണ് അവിടെ നൽകിയിരിക്കുന്ന ഫിഅ്ലുകളുടെ മഫ്ഊലു ബിഹി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഈ കാര്യങ്ങളുടെ, ഈ വാക്കുകളുടെ മേലിലാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഇഅ്റാബ് കൂടി ഒന്ന് മനസ്സിലാക്കുക. അതായത് അൽ ഹബ്ല, അസ്സൗബ, അൽ ഖറൂഫ, ജായിസത്തൻ, ദജാജത്തൻ, അൽ ലഹ്മ എന്നുള്ള പദങ്ങളുടെയെല്ലാം അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് വന്നിരിക്കുന്നത് ഫത്ഹ് ആണ്, അല്ലേ? ഫത്ഹ് ആയിട്ടാണ് എല്ലാ പദങ്ങളുടെയും അവസാനത്തെ അക്ഷരം വന്നിരിക്കുന്നത്. അതായത് ഫത്ഹ് എന്നുള്ളത് നസ്ബ് എന്നുള്ള ഇഅ്റാബിൻ്റെ അടയാളമായിട്ട് വരുന്ന ഹർക്കത്താണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അതായത് മഫ്ഊലു ബിഹികൾ എല്ലാം അത്
മൻസൂബ് ആയിരിക്കും, നസ്ബ് നൽകപ്പെട്ട പദങ്ങളായിരിക്കും എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തു ചെയ്യാം? ഈ പാഠത്തിൻ്റെ തന്നെ ഖാഇദയിലേക്ക് കടക്കാം. അതായത് മഫ്ഊലു ബിഹി എന്നാൽ എന്താണ് എന്നതാണ് ഖാഇദയിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അൽ ഖാഇദത്തു, നിയമം. ഈ കിതാബിലുള്ള 8ാമത്തെ ഖാഇദയാണ് അൽ മഫ്ഊലു ബിഹി ഇസ്മുൻ മൻസൂബുൻ വഖഅ അലൈഹി ഫിഅലുൽ ഫാഇലി. അൽ മഫ്ഊലു ബിഹി, മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മ ആയിരിക്കും. ഇസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണല്ലോ അല്ലേ? അപ്പോൾ ഒരു ഇസ്മ ആയിരിക്കും മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ടതായ. ഓക്കെ, അതായത് മഫ്ഊലു ബിഹിയുടെ ഇഅ്റാബ് എന്തായിരിക്കും? നസ്ബ് ആയിരിക്കും. എങ്ങനെയുള്ള ഇസ്മാണ്? വഖഅ അലൈഹി, ആ ഇസ്മിൻ്റെ മേൽ സംഭവിച്ചിരിക്കുന്നു ഫിഅലുൽ ഫാഇലി, ഫാഇലിൻ്റെ പ്രവർത്തനം, കർത്താവിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഒരു ഫിഅല് ഉണ്ടാകും, ആ ഫിഅല് ചെയ്ത ഒരു ഫാഇലും ഉണ്ടാകും അല്ലേ? പിന്നെ ആ ഫാഇലിൻ്റെ ഫിഅല് ആരുടെ മേലിലാണോ സംഭവിച്ചിരിക്കുന്നത് അത് നമ്മൾ വിവരിക്കുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ മഫ്ഊലു ബിഹി എന്ന് പറയുന്നത്. മഫ്ഊലു ബിഹിയുടെ ഇഅ്റാബ് നസ്ബ് ആയിരിക്കും. ഇസ്മുൻ മൻസൂബുൻ എന്ന് നമ്മൾ പഠിച്ചല്ലോ, അതായത് നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മായിരിക്കും മഫ്ഊലു ബിഹി എന്നുള്ളത്. ഓക്കെ, നേരത്തെ കഴിഞ്ഞ 6 ഉദാഹരണങ്ങളിലുമുള്ള മഫ്ഊലു ബിഹിയുടെ ഇഅ്റാബ് അത് നസ്ബ് ആണ് എന്ന് നമ്മൾ കണ്ടതാണ്. അവയുടെയെല്ലാം അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് വരുന്നത് അത് ഫതഹ് ആയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠത്തിൽ തന്നെയുള്ള തംരീനാത്തുകളിലേക്ക്, എക്സൈസുകളിലേക്ക് കടക്കാം. 1ാമത്തെ എക്സൈസ് ഒന്ന് വായിക്കുന്നു, ഒന്ന് ശ്രദ്ധിക്കുക. ഇസ്തഖ്രിജിൽ മഫ്ഊല ബിഹി മിനൽ ജുമലിൽ ആതിയത്തി. ഇസ്തഖ്രിജ് എന്ന് പറഞ്ഞാൽ നീ പുറത്തെടുക്കൂ എന്നാണ് അർത്ഥം. അൽ മഫ്ഊല ബിഹി, മഫ്ഊല ബിഹിയെ നീ പുറത്തെടുക്കൂ. മിനൽ ജുമലിൽ ആതിയത്തി, താഴെയുള്ള ജുംലകളിൽ നിന്നും. അപ്പോൾ താഴെ നമുക്ക് 8 ജുംലകൾ കാണാവുന്നതാണ്. ആ 8 ജുംലകളിൽ നിന്നുമുള്ള മഫ്ഊല ബിഹിയെ വേർതിരിച്ച് എഴുതണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. നമുക്ക് ആ 8 ജുംലകളും ഒന്ന് വായിച്ചു നോക്കാം. 1ാമത്തേത് മസ്സഖൽ ഗുലാമുൽ വറഖ. മസ്സഖ എന്ന് പറഞ്ഞാൽ പിച്ച് ചീന്തി എന്നാണ് അർത്ഥം. അൽ ഗുലാമു എന്നാൽ കുട്ടി. അൽ വറഖ, വറഖ്, വറഖുൻ എന്ന് പറഞ്ഞാൽ പേജ്, പേപ്പർ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മസ്സഖൽ ഗുലാമുൽ വറഖ എന്ന് പറഞ്ഞാൽ കുട്ടി പേപ്പർ പിച്ച് ചീന്തി. ഇനി 2ാമത്തേത് ഹലബത്തിൽ ഫതാത്തുൽ ബഖറത്ത. ഹലബ എന്ന് പറഞ്ഞാൽ പാൽ കറന്നു എന്നാണ് അർത്ഥം. അൽ ഫതാത്തു എന്ന് പറഞ്ഞാൽ യുവതി, ഫതാത്തുൻ എന്നാൽ യുവതി എന്നാണ് അർത്ഥം. ഫതാത്തുൻ എന്നുള്ള പദം സ്ത്രീലിംഗമായതിനാലാണ്, മുഅന്നസ് ആയതിനാലാണ് ഹലബ എന്നുള്ള പദത്തോടൊപ്പം ഒരു താ കൂടി ചേർത്തിട്ട് ഹലബത്തിൽ ഫതാത്തു എന്നിവിടെ നൽകിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഫിഅലിൽ ഇത്തരത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളതാണ്. ഏതായാലും ഇപ്പോൾ എന്ത് മനസ്സിലാക്കുക? ഒരിടത്ത് ഫാഇല് ആയിട്ട് വരുന്ന പദം മുഅന്നസ് ആണ് എന്നുണ്ടെങ്കിൽ, സ്ത്രീലിംഗ പദമാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫിഅലിൻ്റെ അവസാനത്തിൽ ഒരു താ ഉണ്ടാകും എന്നുള്ള നിയമം ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഏതായാലും ഹലബത്തിൽ ഫതാത്തു, യുവതി പാൽ കറന്നു. അൽ ബഖറത്ത, പശുവിനെ. ഹലബത്തിൽ ഫതാത്തുൽ ബഖറത്ത എന്ന് പറഞ്ഞാൽ യുവതി പശുവിനെ പാൽ കറന്നു. ഇനി 3ാമത്തേത് അയ്ഖള റഅദുൻ നായിമ. അയ്ഖള എന്ന് പറഞ്ഞാൽ ഉണർത്തി എന്നാണ് അർത്ഥം. അർ-റഅദു, റഅദുൻ എന്ന് പറഞ്ഞാൽ ഇടി. ഓക്കെ, അപ്പോൾ ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാകുമല്ലോ, അതിലുള്ള ഇടിയെക്കുറിച്ചാണ് നമ്മൾ റഅദുൻ എന്ന് പറയുന്നത്. അൻ-നായിമ, നായിമുൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അയ്ഖള റഅദു, ഇടി ഉണർത്തി, അൻ-നായിമ, ഉറങ്ങുന്നവനെ. ഇനി 4ാമത്തേത് അക്കലൽ ഹിമാറുൽ ഫൂല. അക്കല എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു, തിന്നു എന്നാണ് അർത്ഥം. അൽ ഹിമാറു, ഹിമാറുൻ എന്നാൽ കഴുത എന്നാണ് അർത്ഥം. അൽ ഫൂല, ഫൂലുൻ എന്നുള്ള പദം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അവര എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ഇനമാണ് ഫൂലുൻ എന്നുള്ളത്, അവര എന്നുള്ളത്. അക്കലൽ ഹിമാറുൽ ഫൂല എന്ന് പറഞ്ഞാൽ കഴുത അവര ഭക്ഷിച്ചു. ഇനി 5ാമത്തേത് സ്വനഅൻ നജ്ജാറു കുർസിയൻ. സ്വനഅ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ് അർത്ഥം. അൻ നജ്ജാറു, നജ്ജാറുൻ എന്നാൽ ആശാരി എന്നാണ് അർത്ഥമാക്കുന്നത്. കുർസിയൻ, കുർസിയുൻ എന്ന് പറഞ്ഞാൽ കസേര എന്നാണ് അർത്ഥം. അപ്പോൾ സ്വനഅൻ നജ്ജാറു കുർസിയൻ എന്ന് പറഞ്ഞാൽ ആശാരി കസേര നിർമ്മിച്ചു. ഇനി 6ാമത്തേത് റമസ്സയ്യാദു ഷബക്കത്ത. റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ് അർത്ഥം. സയ്യാദുൻ എന്ന് പറഞ്ഞാൽ വേട്ടക്കാരൻ. ഓക്കെ, അപ്പോൾ റമസ്സയ്യാദു, വേട്ടക്കാരൻ എറിഞ്ഞു. അഷബക്കത്ത, ഷബക്കത്തുൻ എന്ന് പറഞ്ഞാൽ വല എന്നാണ് അർത്ഥം. അപ്പോൾ റമസ്സയ്യാദു ഷബക്കത്ത എന്ന് പറഞ്ഞാൽ വേട്ടക്കാരൻ വല എറിഞ്ഞു. ഇനി 7ാമത്തേത് ത്വബഖത്തിൽ മർഅത്തു ത്വഅമ.
ത്വബഖ എന്ന് പറഞ്ഞാൽ പാചകം ചെയ്തു എന്നാണ് അർത്ഥം. അൽ മർഅത്തു എന്ന് പറഞ്ഞാൽ സ്ത്രീ. ഓക്കെ, അപ്പോൾ മർഅത്തുൻ എന്നുള്ള പദം സ്ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് സ്ത്രീലിംഗ പദമാണ്, അല്ലെ, മുഅന്നസ് ആയിട്ടുള്ള പദമാണ്. അതിനാലാണ് ത്വബഖ എന്നുള്ള പദത്തിനു ശേഷം അവിടെ താ ചേർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ത്വബഖത്തിൽ മർഅത്തു എന്ന് പറഞ്ഞാൽ സ്ത്രീ പാചകം ചെയ്തു. അത്അമ ഭക്ഷണം. ത്വബഖത്തിൽ മർഅത്തു തഅമ സ്ത്രീ ഭക്ഷണം പാകം ചെയ്തു. ഇനി എട്ടാമത്തത് അബ്സറ റജുലുൽ ഹിലാല. അബ്സറ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അർത്ഥം. അർറജുലു എന്നാൽ പുരുഷൻ. അൽ ഹിലാല, ഹിലാലുൻ എന്നാൽ ചന്ദ്രക്കല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അബ്സറ റജുലുൽ ഹിലാല, പുരുഷൻ ചന്ദ്രക്കല കണ്ടു. ഓക്കെ, ഏതായാലും നമ്മളിവിടെ ആ തംരീന് നൽകിയിരിക്കുന്ന 8 ജുംലകളും അർത്ഥസഹിതം വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ജുംലകളിലെല്ലാമുള്ള മഫ്ഊലു ബിഹി ഏതാണ് എന്ന് കണ്ടെത്തിയിട്ട് വേർതിരിച്ച് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ തംരീനിലേക്ക് കടക്കാം. ചോദ്യമൊന്ന് വായിക്കുന്നു. ലഇൽ അസ്മാ അൽ ആതിയത ഫി ജുമലിൻ ബിഹൈസു യകൂനു കുല്ലു വാഹിദിൻ മിൻഹാ മഫ്ഊലൻ ബിഹി. ല എന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കൂ എന്നാണ് അർത്ഥം. അൽ അസ്മാ അൽ ആതിയത താഴെയുള്ള ഇസ്മുകളെ നീ വെച്ചു കൊടുക്കൂ. ഫി ജുമലിൻ ജുംലകളിലായിട്ട്. ബിഹൈസു ഏതു തരത്തിൽ? യകൂനു കുല്ലു വാഹിദിൻ മിൻഹ അവയിലുള്ള എല്ലാ ഓരോന്നും ആകുന്ന തരത്തിൽ. മഫ്ഊലൻ ബിഹി മഫ്ഊലു ബിഹി ആകുന്ന തരത്തിൽ. അതായത് അതിന് താഴെ നമുക്ക് 8 വാക്കുകൾ കാണാം, അല്ലേ? ഈ 8 വാക്കുകളും മഫ്ഊലു ബിഹി ആയിട്ട് വരുന്ന ഓരോ ജുംലകൾ എഴുതണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. നമുക്ക് ആ 8 വാക്കുകളും ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് അസ്സുഅബാനു. സുഅബാനുൻ എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേത് അന്നാഫിദത്തു. നാഫിദത്തുൻ എന്നാൽ ജനൽ എന്നാണ് അർത്ഥം. അൽ ഹിദാഉ. ഹിദാഉൻ എന്നാൽ ചെരുപ്പ്. അടുത്തത് കിതാബൻ. കിതാബുൻ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം. അൽ ഹദീഖത്ത. ഹദീഖത്തുൻ എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് അർത്ഥം. അടുത്തത് അൽ ബൽഹ. ബൽഹുൻ എന്ന് പറഞ്ഞാൽ പാകമാകാത്ത ഈത്തപ്പഴം എന്നതാണ് അർത്ഥമാക്കുന്നത്. അതായത് പച്ചയായിട്ടുള്ള ഈത്തപ്പഴത്തെക്കുറിച്ചാണ് ബൽഹുൻ എന്ന് അറബിയിൽ പറയുന്നത്. ഇനി അടുത്തത് അൽ ഫറസ. ഫറസുൻ എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് അർത്ഥം. അടുത്തത് അവസാനത്തേത് അൽ മാ അ. മാഉൻ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥമാക്കുന്നത്. ഏതായാലും അവിടെയുള്ള ആ 8 വാക്കുകളും മഫ്ഊലു ബിഹി ആയിട്ട് വരുന്ന രൂപത്തിൽ എന്തു ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ ജുംലകൾ ഉണ്ടാക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആദ്യം ഒരു ഫിഅല് കണ്ടെത്തേണ്ടി വരും, അല്ലേ? അതായത് ഈ പദങ്ങളെല്ലാം മഫ്ഊലു ബിഹി ആവാൻ പറ്റുന്ന തരത്തിലുള്ള ഫിഅല് ആദ്യം കണ്ടെത്തേണ്ടി വരും. അതിനുശേഷം ആ ഫിഅലിൻ്റെ ഒരു ഫാഇൽ എഴുതേണ്ടി വരും. ആ ഫാഇലിന് റഫ്അ ആണ് ഇഅ്റാബ് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മർഫൂ ആയ രൂപത്തിൽ തന്നെ ഫാഇൽ എഴുതേണ്ടി വരും. അതിനുശേഷമാണ് ഈ പദങ്ങളെ നമ്മൾ മഫ്ഊലു ബിഹി ആയിട്ട് ശേഷം എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ തംരീനിലേക്ക് കടക്കാം. ല മഫ്ഊലൻ ബിഹി മുനാസിബൻ ലി കുല്ലി ജുംലത്തിൻ മിനൽ ജുമലിൽ ആതിയത്തി. ല എന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കൂ എന്നാണ് അർത്ഥം. മഫ്ഊലൻ ബിഹി മഫ്ഊലു ബിഹിയെ നീ വെച്ചു കൊടുക്കൂ. മുനാസിബൻ യോജിച്ചതായ. അപ്പോൾ യോജിച്ചതായ മഫ്ഊലു ബിഹിയെ നീ വെച്ചു കൊടുക്കൂ. ലി കുല്ലി ജുംലത്തിൻ എല്ലാ ജുംലകൾക്കും. മിനൽ ജുമലിൽ ആതിയത്തി താഴെ വരുന്ന ജുംലകളിൽ നിന്നും. അതായത് അതിന് താഴെ നമുക്ക് 9 ജുംലകൾ കാണാവുന്നതാണ്, അല്ലേ? ആ 9 ജുംലകളിലും ഫിഅലും ഫാഇലും മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവക്ക് ശേഷം ഒരു മഫ്ഊലു ബിഹി കൂടി, യോജിച്ചതായ ഒരു മഫ്ഊലു ബിഹിയെ കൂടി എഴുതി കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. നമുക്ക് ഓരോ ജുംലകളും ഓരോ ഉദാഹരണങ്ങളും ഒന്ന് വായിക്കാം. ഒന്നാമത്തേത് അക്കലൽ ഖിത്തു. അക്കല എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു, തിന്നു എന്നാണ് അർത്ഥം. അൽ ഖിത്തു. ഖിത്തുൻ എന്നാൽ പൂച്ച. അക്കലൽ ഖിത്തു പൂച്ച തിന്നു. രണ്ടാമത്തേത് യസ്റഉൽ ഫല്ലാഹു. യസ്റഉ എന്നാൽ കൃഷി ചെയ്യുന്നു. അൽ ഫല്ലാഹു കർഷകൻ. യസ്റഉൽ ഫല്ലാഹു കർഷകൻ കൃഷി ചെയ്യുന്നു. മൂന്നാമത്തേത് യബിനിൽ ബന്നാഉ. യബിനി എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നു എന്നാണ് അർത്ഥം. അൽ ബന്നാഉ. ബന്നാഉൻ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നവൻ, നിർമ്മാതാവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നവനെ കുറിച്ചാണ് നമ്മൾ ബന്നാഉൻ എന്ന് പറയുന്നത്. യബിനി എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നു. അപ്പോൾ യബിനിൽ ബന്നാഉ നിർമ്മിക്കുന്നവൻ, നിർമ്മിക്കുന്നു എന്ന് സാരം. ഇനി നാലാമത്തേത് മസ്സഖൽ വലതു. മസ്സഖ എന്ന് പറഞ്ഞാൽ പിച്ചി ചീന്തി എന്നാണ് അർത്ഥം. അൽ വലതു. വലതുൻ എന്നാൽ ആൺകുട്ടി. മസ്സഖൽ വലതു ആൺകുട്ടി പിച്ചി ചീന്തി. ഇനി അഞ്ചാമത്തേത് തഖീത്തുൽ ബിന്തു.
തഖീത്തു എന്ന് പറഞ്ഞാൽ തുന്നുന്നു എന്നാണ് അർത്ഥം. അൽ ബിന്തു എന്നാൽ പെൺകുട്ടി. തഖീത്തുൽ ബിന്തു പെൺകുട്ടി തുന്നുന്നു. ഇവിടെ തഖീത്തു എന്നുള്ള പദം മുളാരി ആയിട്ടുള്ള ഫിഅലാണ്. അൽ ബിന്തു എന്നുള്ള പദം, അതായത് ഫാഇലായിട്ട് വന്നിരിക്കുന്ന പദം മുഅന്നസ് ആയതിനാലാണ്, സ്ത്രീലിംഗ പദമായതിനാലാണ് തഖീത്തു എന്നുള്ള മുളാരി ആയിട്ടുള്ള ഫിഅൽ താ കൊണ്ട് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ഉദാഹരണത്തിലേക്ക് കടക്കാം. കസറൽ ഹവാഉ. കസറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നാണ് അർത്ഥം. അൽ ഹവാഉ എന്നാൽ കാറ്റ്. കസറൽ ഹവാഉ കാറ്റ് പൊട്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഏഴാമത്തേത് നോക്കാം. യൻഷുറുൻ നജ്ജാറു. യൻഷുറു എന്ന് പറഞ്ഞാൽ ഈരുന്നു എന്നാണ് അർത്ഥം. ഈ മരമൊക്കെ ഈർന്ന് മുറിക്കുന്നതിനെ കുറിച്ചാണ് അറബിയിൽ നഷറ എന്ന് പറയുന്നത്. അതിൻ്റെ മുളാരി ആയിട്ടുള്ള ഫിഅലാണ് യൻഷുറു എന്നുള്ളത്. ഈരുന്നു, ഈർന്ന് മുറിക്കുന്നു. അൻ നജ്ജാറു ആശാരി. ഓക്കെ, യൻഷുറുൻ നജ്ജാറു ആശാരി ഈർന്ന് മുറിക്കുന്നു. എട്ടാമത്തേത് യബീഉൽ ബദ്ദാലു. യബീഉ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നു എന്നാണ് അർത്ഥം. അൽ ബദ്ദാലു. ബദ്ദാലുൻ എന്ന് പറഞ്ഞാൽ ഷോപ്പ് കീപ്പർ എന്നാണ് അർത്ഥം. കടയുടമ, കടക്കാരൻ എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ യബീഉൽ ബദ്ദാലു കടയുടമ വിൽക്കുന്നു. ഇനി ഒൻപതാമത്തേത് ഗസലത്തിൽ മർഅത്തു. ഗസല എന്ന് പറഞ്ഞാൽ കഴുകി എന്നാണ് അർത്ഥം. അൽ മർഅത്തു എന്നാൽ സ്ത്രീ. ഓക്കെ, അൽ മർഅത്തു എന്നുള്ള പദം മുഅന്നസ് ആയതിനാലാണ്, സ്ത്രീലിംഗ പദമായതിനാലാണ് ഗസല എന്നുള്ള ഫിഅലിന് ശേഷം ഒരു താ അവിടെ ചേർത്തി കൊടുത്തിട്ടുള്ളത്. ഗസലത്തിൽ മർഅത്തു സ്ത്രീ കഴുകി. ഓക്കെ, ഏതായാലും നമ്മളിവിടെ 9 ഉദാഹരണങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഈ 9 ഉദാഹരണങ്ങളിലും ഒരു ഫിഅലും അതിനുശേഷം ഒരു ഫാഇലും മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ആ ഫിഅലിനും ഫാഇലിനും ശേഷം യോജിച്ചതായ ഒരു മഫ്ഊൽ ബിഹി കൂടി വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തേത് ഒന്ന് ശ്രദ്ധിക്കുക. ള ഫാഇലൻ വ മഫ്ഊലൻ ബിഹി ലികുല്ലി ഫിഅലിൻ മിനൽ അഫ്ആലിൽ ആതിയത്തി. ള എന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കൂ ഫാഇലൻ ഫാഇലിനെയും വ മഫ്ഊലൻ ബിഹി മഫ്ഊൽ ബിഹിയെയും നീ വെച്ചു കൊടുക്കൂ ലികുല്ലി ഫിഅലിൻ എല്ലാ ഫിഅലിനിക്കും മിനൽ അഫ്ആലിൽ ആതിയത്തി താഴെയുള്ള ഫിഅലുകളിൽ നിന്നും. ഓക്കെ, അതായത് അതിന് താഴെ നമുക്ക് 8 ഫിഅലുകൾ കാണാവുന്നതാണ്. ആ 8 ഫിഅലുകൾക്കും ശേഷം ഒരു ഫാഇലിനെയും പിന്നെ ഒരു മഫ്ഊൽ ബിഹിയെയും വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ഫിഅലുകളും ഒന്ന് വായിക്കാം. ഒന്നാമത്തേത് ഖതഅ. ഖതഅ എന്നാൽ മുറിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. യഗ്സിലു. യഗ്സിലു എന്നാൽ കഴുകുന്നു, കഴുകും. മൂന്നാമത്തേത് നല്ലഫ. നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി. നാലാമത്തേത് ഇഹ്തറമ. ഇഹ്തറമ എന്നാൽ ബഹുമാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അഞ്ചാമത്തേത് അക്കല. അക്കല എന്നാൽ തിന്നു, ഭക്ഷിച്ചു. ഇനി ആറാമത്തേത് ആഖബ. ആഖബ എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് ഏഴാമത്തേത് യഹ്മിലു. യഹ്മിലു എന്ന് പറഞ്ഞാൽ ചുമക്കുന്നു അല്ലെങ്കിൽ ചുമക്കും, വഹിക്കുന്നു, വഹിക്കും എന്നൊക്കെയാണ് യഹ്മിലു എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. യഹ്ഫളു. യഹ്ഫളു എന്ന് പറഞ്ഞാൽ മനപ്പാടമാക്കുന്നു അല്ലെങ്കിൽ മനപ്പാടമാക്കും. മുളാരി ആയിട്ടുള്ള ഫിഅലാണ് അത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സൂക്ഷിക്കുന്നു, അതുപോലെ സൂക്ഷിക്കും എന്നുള്ള അർത്ഥവും കൂടെ യഹ്ഫളു എന്നുള്ള ഫിഅലിനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 8 ഫിഅലുകളും വായിച്ചു, അവയുടെ അർത്ഥങ്ങളും മനസ്സിലാക്കി. ഇനി ഈ ഫിഅലുകൾക്ക് യോജിക്കുന്നതായ ഒരു ഫാഇലിനെയും പിന്നീട് ഒരു മഫ്ഊൽ ബിഹിയെയും ചേർത്തി കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. അങ്ങനെ പരിപൂർണമായിട്ടുള്ള ജുംലയായിട്ട് ഈ ഫിഅലുകളെയെല്ലാം മാറ്റേണ്ടതാണ്. ഫാഇലും മഫ്ഊൽ ബിഹിയും ചേർത്തി കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കണം. ഫാഇലിന് റഫ്അ ആണ് ഇഅ്റാബ്, മഫ്ഊൽ ബിഹിക്ക് നസ്ബ് ആണ് ഇഅ്റാബ്. അപ്പോൾ അതിനനുസരിച്ചു കൊണ്ടു തന്നെയായിരിക്കണം നമ്മൾ പദങ്ങൾ അവിടെ ഫാഇലായിട്ടും മഫ്ഊൽ ബിഹിയായിട്ടും ചേർത്തി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അഞ്ചാമത്തെ തംരീനിലേക്ക് കടക്കാം. ചോദ്യം വായിക്കുന്നു. ഇജ്അൽ അഹദൽ ഇസ്മൈനി ലദൈനി ബൈന ഖൗസൈനി ഫാഇലൻ വൽ ആഖറ മഫ്ഊലൻ ബിഹി ഫീ ജുമലിൻ മുഫീദത്തിൻ. ഇജ്അൽ നീ ആക്കൂ, അഹദൽ ഇസ്മൈനി രണ്ടാലൊരു ഇസ്മിനെ നീ ആക്കൂ, അല്ലദൈനി ബൈന ഖൗസൈനി ബ്രാക്കറ്റിലുള്ള രണ്ടാലൊരു ഇസ്മിനെ നീ ആക്കൂ, ഫാഇലൻ ഫാഇലാക്കൂ. ഓക്കെ, ഖൗസൈനി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ബൈന ഖൗസൈനി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും
അതിന് താഴെ നമുക്ക് എന്ത് കാണാവുന്നതാണ്? ബ്രാക്കറ്റുകളിലായിട്ട് 2 വീതം ഇസ്മുകളെ കാണാവുന്നതാണ്. ഓരോ ബ്രാക്കറ്റിലും 2 വീതം ഇസ്മുകളെ കാണാവുന്നതാണ്. അവയിലുള്ള ഒരു ഇസ്മിനെ നീ ഫാഇലാക്കൂ, വൽ ആഖറ മറ്റേതിനെ ആക്കൂ, മഫ്ഊലൻ ബിഹി ആക്കൂ, ഫി ജുമലിൻ മുഫീദത്തിൻ അർത്ഥപൂർണമായിട്ടുള്ള ജുംലകളിലായിട്ട്. അതായത് അതിന് താഴെ നമുക്ക് 6 ബ്രാക്കറ്റുകൾ കാണാം. ഓരോ ബ്രാക്കറ്റിലും 2 വീതം ഇസ്മുകൾ നമുക്കുണ്ട് അല്ലേ? അതിലുള്ള ഒരു ഇസ്മിനെ പിടിച്ച് യോജിച്ചതായ ഒരു ഫിഅലിൻ്റെ ഫാഇലാക്കുക, മറ്റേതിനെ അതിൻ്റെ മഫ്ഊലുമാക്കുക. ഓക്കെ, അങ്ങനെയാണ് ചോദ്യത്തിൽ പറയുന്നത്. ഏതായാലും നമുക്ക് ഓരോ ബ്രാക്കറ്റിലുമുള്ള വാക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ ബ്രാക്കറ്റിൽ അൽ വലദു അൽ മാഉ 2 പദങ്ങളാണുള്ളത്. വലദുൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം, മാഉൻ എന്നാൽ വെള്ളം എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ ബ്രാക്കറ്റ് അസ്സഫീനത്തു അൽ ഹവാഉ, സഫീനത്തുൻ എന്നാൽ കപ്പൽ, ഹവാഉൻ എന്നാൽ കാറ്റ്. ഇനി അടുത്തത് അൽ ഹിറു അൽ ലഹ്മു, ഹിറുൻ എന്ന് പറഞ്ഞാൽ പൂച്ച എന്നാണ് അർത്ഥം, ലഹ്മുൻ എന്ന് പറഞ്ഞാൽ ഇറച്ചി. ഇനി അടുത്തത് നാലാമത്തേത് അൽ റിസാലത്തു അൽ ഖാദിമു, റിസാലത്തുൻ എന്ന് പറഞ്ഞാൽ കത്ത് എന്നാണ് അർത്ഥം, അൽ ഖാദിമു, ഖാദിമുൻ എന്നാൽ സേവകൻ. ഇനി അടുത്തത് അഞ്ചാമത്തേത് അൽ ഗസാലു അൽ അസദു, ഗസാലുൻ എന്ന് പറഞ്ഞാൽ മാൻകുട്ടി എന്നാണ് അർത്ഥം, അസദുൻ എന്നാൽ സിംഹം. ഇനി ആറാമത്തേത് അവസാനത്തേത് തിൽമീദു ദർസു, തിൽമീദുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം, ദർസുൻ എന്ന് പറഞ്ഞാൽ പാഠം. ഓക്കെ, ഏതായാലും നമ്മളിവിടെ ആ 6 ബ്രാക്കറ്റിലുമുള്ള വാക്കുകളെ പരിചയപ്പെട്ടു, അവയുടെ അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കി. അവയെല്ലാം നമ്മൾ വായിച്ചിരിക്കുന്നത് റഫ്അ എന്നുള്ള ഇഅ്റാബോട് കൂടെയാണ്. എന്നാൽ നിങ്ങൾ അത് എന്ത് ചെയ്യേണ്ടതാണ്? ആ ഓരോ ബ്രാക്കറ്റിലുമുള്ള ഒരു വാക്കിനെ എന്ത് ചെയ്യുക? ഫാഇലാക്കിയിട്ടും മറ്റേ വാക്കിനെ മഫ്ഊൽ ബിഹി ആക്കിയിട്ടും ഒരു ഫിഅൽ വെച്ചു കൊടുക്കണം. അതിനുശേഷം അവയെ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ടുള്ള ജുംലയായിട്ട്, അർത്ഥപൂർണ്ണമായിട്ടുള്ള ജുംലയായിട്ട് എഴുതണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം, ഹാത്തി അർബഅ ജുമലിൻ യകൂനുൽ മഫ്ഊൽ ബിഹി ഫിൽ ഊല മിനൽ ഇൻസാനി വഫിസ് സാനിയത്തി മിനൽ ഹയവാനി വഫിസ് സാലിസത്തി മിനൻ നബാത്തി വഫിൽ അഖീറത്തി മിനൽ ജമാദി. ഓക്കെ, മഫ്ഊൽ ബിഹികളെല്ലാം ഇസ്മുകളാണ് എന്ന് നമ്മൾ നേരത്തെ ഖാഇദയിലായിട്ട് മനസ്സിലാക്കിയിരുന്നല്ലോ. ഇസ്മ എന്ന് പറഞ്ഞാൽ തന്നെ 4 രൂപത്തിലുണ്ടാകും എന്നും നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? ഒന്നുകിൽ ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദമായിരിക്കും, അല്ലെങ്കിൽ മൃഗവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ സസ്യവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ? അപ്പോൾ ആ 4 രൂപത്തിലുമുള്ള മഫ്ഊൽ ബിഹിയെ എഴുതിക്കൊണ്ട് ജുംലകൾ എഴുതണം എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. ഒന്ന് നമുക്ക് വായിക്കാം. ഹാത്തി കൊണ്ടുവരണം, അർബഅ ജുമലിൻ 4 ജുംലകൾ കൊണ്ടുവരണം, യകൂനുൽ മഫ്ഊൽ ബിഹി മഫ്ഊൽ ബിഹി ആകുന്നതാണ്, ഫിൽ ഊല ഒന്നാമത്തെ ജുംലയിൽ, മിനൽ ഇൻസാനി മനുഷ്യനിൽ നിന്നും, വഫിസ് സാനിയത്തി രണ്ടാമത്തേതിൽ മഫ്ഊൽ ബിഹി ആകുന്നതാണ്, മിനൽ ഹയവാനി മൃഗത്തിൽ നിന്നും, വഫിസ് സാലിസത്തി മൂന്നാമത്തേതിൽ മഫ്ഊൽ ബിഹി ആകുന്നതാണ്, മിനൻ നബാത്തി സസ്യത്തിൽ നിന്നും, വഫിൽ അഖീറത്തി അവസാനത്തിൽ മഫ്ഊൽ ബിഹി ആകുന്നതാണ്, മിനൽ ജമാദി ജീവനില്ലാത്ത വസ്തുവിൽ നിന്നും. അപ്പോൾ 4 തരത്തിലുമുള്ള മഫ്ഊൽ ബിഹി കൊണ്ടുള്ള ജുംലകൾ എഴുതണം എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു ഫിഅൽ കൊണ്ടുവരണം, അതിനുശേഷം ഒരു ഫാഇൽ, അതിനുശേഷം ആദ്യത്തെ ജുംലയിൽ എന്ത് ചെയ്യുക? ഇൻസാൻ അതായത് മനുഷ്യനായിട്ടുള്ള മഫ്ഊൽ ബിഹിയെ എഴുതുക. പിന്നെ രണ്ടാമത്തതും അതുപോലെയുള്ള ജുംല എഴുതിയിട്ട് മഫ്ഊൽ ബിഹി ആയിട്ട് ഹയവാൻ അതായത് മൃഗത്തെ കൊണ്ടുവരിക. ഇനി മൂന്നാമത്തെ ജുംലയിലെ മഫ്ഊൽ ബിഹി ആയിട്ട് സസ്യവുമായിട്ട് ബന്ധപ്പെട്ട പദം കൊണ്ടുവരിക. നാലാമത്തെ ജുംലയിൽ മഫ്ഊൽ ബിഹി ആയിട്ട് ജീവനില്ലാത്ത വസ്തുവിനെ ഉദാഹരണമാക്കിയിട്ട് മഫ്ഊൽ ബിഹി ആയിട്ട് കൊണ്ടുവരിക. ഓക്കെ, എന്നുള്ളതാണ് ആറാമത്തെ തംരീനിലായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ എക്സസൈസ് തംരീന് വായിക്കാം. തംരീനുൽ ഫിൽ ഇൻഷാഇ. ഓക്കെ, ഇൻഷാഉൻ എന്ന് പറഞ്ഞാൽ സ്വയം ജുംലകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തംരീനുൻ ഫിൽ ഇൻഷാഇ സ്വയം ജുംലകൾ ഉണ്ടാക്കുന്ന വിഷയത്തിലുള്ള തംരീന് എക്സസൈസ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം വായിക്കുന്നു. ഹാത്തി ഖംസ ജുമലിൻ തകൂനു കലിമത്തുൽ ഖുംഹി ഫി കുല്ലി മിൻഹ മഫ്ഊലൻ ബിഹി. ഹാത്തി നീ കൊണ്ടുവരണം, ഖംസ ജുമലിൻ 5 ജുംലകൾ കൊണ്ടുവരണം, തകൂനു കലിമത്തുൽ ഖുംഹി
ഖുംഹുൻ എന്നുള്ള പദം ആവും ഫീ കുല്ലി മിൻഹ അവയെല്ലാത്തിലും മഫ്ഊല ബിഹിയാകും. ഓക്കെ, ഖുംഹുൻ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ ഖുംഹുൻ എന്നുള്ള പദം മഫ്ഊല ബിഹിയാകുന്ന തരത്തിൽ 5 ജുംലകൾ എഴുതണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഹാത്തി ഖംസ ജുമലിൻ തകൂനു കലിമത്തുൽ ഖുത്നി ഫീ കുല്ലി മിൻഹ മഫ്ഊലൻ ബിഹി. ഹാത്തി നീ കൊണ്ടുവരണം ഖംസ ജുമലിൻ 5 ജുംലകളെ തകൂനു കലിമത്തുൽ ഖുത്നുൻ എന്നുള്ള പദം ആകും ഫീ കുല്ലി മിൻഹ അവ എല്ലാത്തിലും മഫ്ഊലൻ ബിഹിയാകും. ഓക്കെ, ഖുത്നുൻ എന്ന് പറഞ്ഞാൽ പഞ്ഞി അല്ലെങ്കിൽ പരുത്തി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഖുത്നുൻ എന്നുള്ള പദം മഫ്ഊല ബിഹിയാകുന്ന തരത്തിൽ 5 ജുംലകൾ എഴുതണം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ആകെ ഖുംഹുൻ എന്നുള്ള പദം മഫ്ഊല ബിഹിയാകുന്ന തരത്തിലുള്ള 5 ജുംലകൾ, ഖുത്നുൻ എന്നുള്ള പദം മഫ്ഊല ബിഹിയാകുന്ന തരത്തിൽ 5 ജുംലകൾ, 10 ജുംലകൾ എഴുതാനാണ് 7ാമത്തെ തംരീനിൽ പറയുന്നത്. ഇനി അവസാനത്തെ തംരീനാണ് തംരീനുൻ ഫിൽ ഇഅ്റാബ്. ഇഅ്റാബിൻ്റെ കാര്യത്തിലുള്ള തംരീന്. ഇത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ തുടങ്ങി വെച്ചതാണ്. അതായത് ഏത് ജുംല ലഭിച്ചാലും ആ ജുംലയിലുള്ള ആ വാക്യത്തിലുള്ള ഓരോ പദത്തെയും ഇഴകീറി പരിശോധന നടത്തുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇഅ്റാബ് എഴുതുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിലായിട്ട് എന്തുവരെ പഠിച്ചിരുന്നു? ഒരു ഫിഅലും അതിനുശേഷം ഒരു ഫായിലും വരുന്നതായിട്ടുള്ള ജുംലകളുടെ ഇഅ്റാബ് എങ്ങനെയാണ് എഴുതുക എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇനി അടുത്തതായിട്ട് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഫിഅലും ഫായിലും അതോടൊപ്പം തന്നെ മഫ്ഊല ബിഹി കൂടി വരുമ്പോൾ അത്തരത്തിലുള്ള ജുംലകളുടെ ഇഅ്റാബ് എങ്ങനെയാണ് എഴുതുക, ആ ജുംലയിലുള്ള ഓരോ പദങ്ങളുടെയും സ്ഥാനം എങ്ങനെയാണ് നിർണ്ണയിക്കുക എന്നതൊക്കെയാണ്. ആദ്യമായിട്ട് സാമ്പിളായിട്ട് 2 ജുംലകൾ അവിടെ നൽകിയിരിക്കുന്നു, ഒന്ന് നോക്കാം. നമൂദജുൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ എന്നതാണ് അർത്ഥം. ഒന്നാമത്തെ ജുംല വായിക്കാം. ഹമലൽ ജമലുൽ ഹതബ. ഹമല എന്ന് പറഞ്ഞാൽ ചുമന്നു, വഹിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അൽ ജമലുൻ എന്നാൽ ഒട്ടകം എന്നാണ് അർത്ഥമാക്കുന്നത്. അൽ ഹതബുൻ എന്നാൽ വിറക് എന്നാണ് അർത്ഥം. അപ്പോൾ ഹമലൽ ജമലു ഒട്ടകം ചുമന്നു, ഒട്ടകം വഹിച്ചു, അൽ ഹതബ വിറകിനെ. ഹമലൽ ജമലുൽ ഹതബ എന്ന് പറഞ്ഞാൽ ഒട്ടകം വിറക് ചുമന്നു എന്ന് സാരം. ഇനി അവ ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ജുംല ഉണ്ടാക്കിയിട്ടുള്ളത് 3 പദങ്ങളെ കൊണ്ടാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഹമല, അടുത്തത് അൽ ജമലു, അൽ ഹതബ. ഹമല എന്നുള്ളത് ഫിഅലാണ്, അൽ ജമലു എന്നുള്ളത് ഫായിലാണ്, അൽ ഹതബ എന്നുള്ളത് മഫ്ഊല ബിഹിയാണ്. അതൊക്കെ നമുക്കിപ്പോൾ അറിയാം. അവ ഓരോന്നിനെയും ഒന്ന് വിശദീകരിച്ച് എഴുതിയിരിക്കുന്നു, ഒന്ന് നോക്കാം. ഹമല എന്നുള്ളത് ഫിഅലുൻ മാളിൻ, അത് മാളിയായിട്ടുള്ള ഫിഅലാണ്, അല്ലെ? ചുമന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂതകാലത്ത് നടന്നിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് അത് അറിയിക്കുന്നത്, അല്ലേ? അടുത്തത് അൽ ജമലുൻ എന്നുള്ളത് എന്താണ്? ഫായിലുൻ മർഫൂൻ, റഫ്അ് ഉടയതായ ഫായിലാണ്, അല്ലെ? അൽ ജമലു എന്നുള്ളിടത്ത് റഫ്അ് ആണ് അതിൻ്റെ ഇഅ്റാബ് എന്ന് നമുക്ക് കാണാം. കാരണം അതിൻ്റെ അവസാനത്തെ അക്ഷരമായിട്ടുള്ള ലാമിന് ലൊമ്മ് ആണ് ഹർക്കത്തുള്ളത്. ഓക്കെ, ഇനി അടുത്തത് അൽ ഹതബ എന്നുള്ള പദം എന്താണ്? മഫ്ഊലുൻ ബിഹി, അത് മഫ്ഊല ബിഹിയാണ്, മൻസൂബ് നസ്ബ് ചെയ്യപ്പെട്ടതായ. അപ്പോൾ നസ്ബ് ചെയ്യപ്പെട്ട മഫ്ഊല ബിഹിയാണ് അൽ ഹതബ എന്നുള്ള പദം, അല്ലേ? കാരണം എന്താണ്? അതിൻ്റെയും അവസാനത്തെ അക്ഷരമായിട്ടുള്ള ബായിന് ഫത്ഹ് ആണുള്ളത്. ഫത്ഹ് എന്നുള്ള ഹർക്കത്ത് അത് നസ്ബിൻ്റെ അടയാളമാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹമലൽ ജമലുൽ ഹതബ എന്നുള്ള ജുംലയുടെ ഇഅ്റാബ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കി. ഇനി അതുപോലെ സാമ്പിളായിട്ട് മറ്റൊരു ജുംല കൂടി അവിടെ നൽകിയിരിക്കുന്നു, ഒന്ന് നോക്കാം. യഅ്കുലു ദിഅ്ബു ഷാത്ത. യഅ്കുലു എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. അക്കല എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു. ആ മാളിയായിട്ടുള്ള ഫിഅലിൻ്റെ, അക്കല എന്നുള്ള മാളിയായിട്ടുള്ള ഫിഅലിൻ്റെ മുളാരിഅ ആയിട്ടുള്ള ഫിഅലാണ് യഅ്കുലു എന്നുള്ളത്, അല്ലേ? ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. യഅ്കുലു ദിഅ്ബു, ചെന്നായ ഭക്ഷിക്കുന്നു, അഷാത്ത ആടിനെ. യഅ്കുലു ദിഅ്ബു ഷാത്ത, ചെന്നായ ആടിനെ ഭക്ഷിക്കുന്നു. ഇവിടെയും യഅ്കുലു എന്നുള്ള മുളാരിയായിട്ടുള്ള ഫിഅൽ, അദ്ദിഇബു എന്നുള്ള അതിൻ്റെ ഫാഇൽ, അഷാത്ത എന്നുള്ള അതിൻ്റെ മഫ്ഊല ബിഹി, ഈ 3 പദങ്ങളും ചേർന്നിട്ടാണ് ആ ജുംല ഉണ്ടായിരിക്കുന്നത്. ആ 3 പദങ്ങളെയും താഴെ വിശദീകരിക്കുന്നു, ഒന്ന് നോക്കാം. യഅ്കുലു എന്നുള്ളത് ഫിഅലുൻ മുളാരിഉൻ, അത് മുളാരിഅ ആയിട്ടുള്ള ഫിഅലാണ്. ദിഇബു എന്നുള്ള പദം എന്താണ്? ഫാഇലുൻ മർഫൂഉൻ, റഫ്അ ചെയ്യപ്പെട്ട ഫാഇലാണ്, അല്ലേ? യഅ്കുലു എന്നുള്ള ഭക്ഷിക്കൽ എന്നുള്ള പ്രവർത്തനം ചെയ്യുന്നതാണ് അദ്ദിഇബു എന്നുള്ളത്, അല്ലേ? അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് ആണ് ഹർക്കത്ത് എന്ന് നമുക്ക് കാണാം. അത് റഫ്ഇൻ്റെ അടയാളമാണ്. ഇനി ഷാത്ത എന്നുള്ളതോ മഫ്ഊലുൻ ബിഹി, അത് മഫ്ഊല ബിഹിയാണ്, മൻസൂബുൻ നസ്ബ് ചെയ്യപ്പെട്ടതായ, അല്ലേ?
ഈ ചെന്നായ എന്നുള്ള ഫാഇൽ യഅ്കുലു എന്നുള്ള പ്രവർത്തനം ചെയ്യുന്നത് ആരുടെ മേലിലാണ്? അത് ഷാത്തിൻ്റെ മേലിലാണ്, അല്ലെ, ആടിൻ്റെ മേലിലാണ്. അതുകൊണ്ട് തന്നെ അഷാത്ത എന്നുള്ള പദമാണ് ഇവിടെ മഫ്ഊൽ ബിഹി ആയിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ അക്ഷരമായിട്ടുള്ള ആ ഹാത്തഇന് ഫത്ഹ് ആണ് ഹർക്കത്ത് എന്ന് നമുക്ക് കാണാം. ഫത്ഹ് എന്നുള്ളത് നസ്ബിൻ്റെ അടയാളമാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അഷാത്ത എന്നുള്ള പദം മഫ്ഊലുൻ ബിഹി മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ടതായ മഫ്ഊൽ ബിഹിയാണ്. ഓക്കെ, ഏതായാലും നമ്മളിവിടെ സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള 2 ജുംലകളും ഇഅ്റാബ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്കുള്ള ചോദ്യമാണ്, ഒന്ന് നോക്കാം. അഅ്രിബിൽ ജുംലത്തൈനിൽ ആതിയത്തൈനി, വരുന്നതായ താഴെ ഉള്ളതായ 2 ജുംലകളുടെയും ഇഅ്റാബ് എഴുതുക എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. അതായത് നമ്മൾ സാമ്പിൾ കണ്ടതുപോലെ ഇനി നൽകപ്പെട്ടിട്ടുള്ള 2 ജുംലകളുടെയും ഓരോ പദങ്ങളെടുത്ത് അവ എന്തൊക്കെയാണ് എന്നുള്ള തരത്തിൽ വിശദീകരിച്ചെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ജുംല സ്വാദൽ ഗുലാമു സമക്കത്തൻ. സ്വാദ എന്ന് പറഞ്ഞാൽ വേട്ടയാടി എന്നാണ് അർത്ഥം. ഓക്കെ, അതിൻ്റെ മുളാരി നമ്മൾ ഉദാഹരണങ്ങളിലായിട്ട് പഠിച്ചിരുന്നു. യസീദു, അല്ലെ, യസീദു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേട്ടയാടുന്നു അല്ലെങ്കിൽ വേട്ടയാടും, അല്ലേ. പിന്നെ മറ്റൊരു പദവും കൂടെ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, സയ്യാദുൻ എന്നുള്ള പദം, അല്ലേ. സയ്യാദുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടക്കാരൻ എന്നതായിരുന്നു, അല്ലേ. അതെല്ലാം ഈ സ്വാദ അതുപോലെ യസീദു എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദമാണ്. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഒരു ഫിഅലിൽ നിന്നും അത്തരത്തിലുള്ള പദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതും നമുക്ക് പഠിക്കുവാനുള്ളതാണ്. ഏതായാലും ഇപ്പോൾ സ്വാദ എന്ന് പറഞ്ഞാൽ വേട്ടയാടി എന്നാണ് അർത്ഥമെന്ന് മനസ്സിലാക്കുക. അൽ ഗുലാമു, ഗുലാമുൻ എന്നാൽ കുട്ടി എന്നാണ് അർത്ഥം. സമക്കത്തൻ, സമക്കത്തുൻ എന്ന് പറഞ്ഞാൽ മത്സ്യം, മീൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സ്വാദൽ ഗുലാമു സമക്കത്തൻ എന്ന് പറഞ്ഞാൽ കുട്ടി മത്സ്യത്തെ വേട്ടയാടി. ഇനി രണ്ടാമത്തേത് തജ്മഉൽ ബിൻതുൽ അസ്ഹാറ. തജ്മഉ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നു എന്നാണ് അർത്ഥം. ജമഅ എന്നാൽ ഒരുമിച്ച് കൂട്ടി. അതിൻ്റെ മുളാരി ആയിട്ടുള്ള പദമാണ് തജ്മഉ എന്നുള്ളത്, അല്ലേ. അൽ ബിൻതു എന്നാൽ പെൺകുട്ടി. അൽ ബിൻതു എന്നുള്ള പദം മുഅന്നസ് ആയതിനാലാണ്, സ്ത്രീലിംഗ പദമായതിനാലാണ് തജ്മഉ എന്നുള്ള മുളാരി ആയിട്ടുള്ള ഫിഅൽ താ കൊണ്ട് തുടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തജ്മഉൽ ബിൻതു, പെൺകുട്ടി ഒരുമിച്ച് കൂട്ടുന്നു, അൽ അസ്ഹാറ പൂക്കളെ. തജ്മഉൽ ബിൻതുൽ അസ്ഹാറ, പെൺകുട്ടി പൂക്കൾ ഒരുമിച്ച് കൂട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും അവിടെ ഇഅ്റാബ് എഴുതാനുള്ള 2 ജുംലകളും നമ്മൾ വായിച്ചു കഴിഞ്ഞു. ആ 2 ജുംലകളിലെയും ഓരോ പദങ്ങൾ എടുത്ത് എഴുതുകയും അവ എന്താണ് എന്ന് നമ്മൾ സാമ്പിളിൽ കണ്ടതുപോലെ വിശദീകരിച്ച് എഴുതുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതായാലും ഇവയിൽ നിന്നും നമ്മൾ ഏതെല്ലാം തംരീനുകളാണ് നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ടത് എന്ന് അറിയിക്കാം. അവ നിർബന്ധമായിട്ടും നോട്ട് പുസ്തകത്തിൽ എഴുതുകയും ഫോട്ടോ എടുത്തിട്ട് അത് വാട്സപ്പിൽ അയച്ചു തരികയും വേണം. പിന്നെ പാഠത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം ലഭിക്കാത്തതുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള പുതിയ വാക്കിൻ്റെ അറബി പദം ലഭിക്കാത്തതുണ്ടെങ്കിലെല്ലാം വാട്സപ്പിലൂടെ ചോദിക്കണം, നിർബന്ധം. പിന്നെ അറബി ഭാഷ നിയമങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ അറബി ഭാഷ പരിശീലനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഖസസുൻ നബിയീൻ എന്നുള്ള ഗ്രന്ഥം, അംബിയ മുർസലുകളുടെ ചരിത്രങ്ങൾ വളരെ സരളമായിട്ട് വിവരിക്കുന്ന ആ ഗ്രന്ഥത്തിലെ 5ാമത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് നൽകുന്നുണ്ട്. ഈ പാഠം പഠിച്ചതിനു ശേഷം ഇതിലുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം ആ ലിങ്കിലേക്ക് പോയി ആ ക്ലാസ് കൂടി കേൾക്കുകയും അതിൽ നമ്മൾ പഠിക്കുന്ന പുതിയ വാക്കുകളും അർത്ഥങ്ങളുമൊക്കെ എഴുതി വെച്ച് പഠിച്ചെടുക്കുകയും ചെയ്യണമെന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.